ഈ ചേട്ടൻ പൊളിച്ചടുക്കിട്ടാ കേരളത്തിലെ 3-3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നിന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് കേട്ടു. ഏത് ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് പോലും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. കേരളം ഇപ്പം ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഓരോ കാലത്തും ഓരോ ഭരണം വന്നിട്ടും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ആ ചേട്ടൻ പറയും. ഓരോ ഉദാഹരണങ്ങൾ പറയും. ആ മുന്നിൽ നിൽക്കുന്ന മൂന്നാക്കും ഒരു തുമ്പടിയും കിട്ടാണ് നിൽക്കുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. എല്ലാ നാട്ടിലും ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ എല്ലാം നേരെയാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട വരില്ല. ഇതൊന്ന് കേട്ടു നോക്കി. 5 കൊല്ലം കൂടുമ്പോൾ മാത്രം മലമ്പുഴ നിയോജകമണ്ഡലം സന്ദർശിക്കുകയും പാലം എന്ന് പറഞ്ഞ് ഞങ്ങളെ പാലത്തിലേക്ക് നോക്കിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണം നിങ്ങൾ എത്ര മികവോടെ കൊണ്ടുവന്നറിയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പറയുന്നത് എന്തുമാത്രം വികസനമാണെന്നാണ്. ദയവീത് താങ്കൾ ഒന്ന് പിന്നോട്ടും ഒന്ന് ഇതിനകത്തോട്ടും നടക്കണം. കേരളം മൊത്തം നടക്കണ്ട. വിരലിൽ എണ്ണി പന്നി ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകസനം ഒന്ന് നിർത്തൂ. എന്തിനാണ് അത്? നിങ്ങളുടെ രീതി തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിനിയും നിങ്ങളെ വിശ്വാസമില്ല. കാരണം പറഞ്ഞ് ഇന്നു മുതൽ 1000 രൂപ നിങ്ങൾക്ക് ഇന്നു മുതൽ കിട്ടും ചേച്ചി, സത്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ചില പ്രകടനങ്ങൾ ചില വ്യക്തികൾ നടക്കുന്നുണ്ട് വാർഡ് തോറും. ഇനി വേറൊരു കാര്യം മൂന്നാളും കൂടി പറയാം, തെറ്റിദ്ധരിക്കണ്ട. അതായത് ഇന്ന് നിങ്ങൾ പറയുന്ന പാലത്തിന്റെ പണിക്ക് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കും, സ്റ്റേറ്റിനെ ചോദിക്കുന്നു. എന്റെ ഭാര്യക്ക് 7 വാർഡിൽ വോട്ട്, എനിക്ക് 8 വാർഡിൽ വോട്ട്.